35 വർഷത്തെ പ്രൊഫഷണൽ ജീവിതം അത് ചെറുതല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ കൈകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കുറേയധികം പേരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ പേർക്ക് ജീവിതം നീട്ടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം നിമിഷങ്ങൾ, മുഹൂർത്തങ്ങൾ ഓർത്തെടുക്കാനാണെങ്കിൽ ഏത് ദിവസം വേണമെങ്കിലും ഓർക്കാം. ആ ദിവസം എന്തെങ്കിലും സംഭവിച്ചിരിക്കും. എന്നാലും മനസ്സിൽ തട്ടുന്ന ചില മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ വിവരിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരിക്കലും അത് മറക്കാൻ സാധിക്കാത്ത നിമിഷങ്ങൾ അത് രണ്ട് തരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നഷ്ടപ്പെട്ട ഓർമ്മകൾ, മറ്റൊന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചവരുടെ ഓർമ്മകൾ. ഞാൻ നഷ്ടപ്പെട്ട ഒരു ഓർമ്മ, നഷ്ടപ്പെട്ടവരെല്ലാം ഒരു ഓർമ്മ ഞാൻ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. തേട്ടി വരുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ റൗണ്ട്സൊക്കെ സാധാരണ എടുക്കുന്ന റൗണ്ട്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒ പി കയറിയപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു രക്താർബുദ രോഗി കുട്ടി ഉണ്ടായിരുന്നു. അവനും വാർഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഒ പി ചെന്നിരുന്നു. ഒ പി പകുതി ആയതേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡോക്ടർ, അവൻ പറയുന്നു അത്യാവശ്യമായിട്ട് ഡോക്ടർ ഒന്ന് കാണണം. അവന് ഒരു 5.5-6 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. അത്യാവശ്യമായിട്ട് ഡോക്ടർ ഒന്ന് കാണണം. പിന്നെ പറഞ്ഞു, ഞാൻ ഒ പിയുടെ നടക്കുകയാണ്. അല്ല ഡോക്ടർ, അവനെ ഡോക്ടറെ കാണണം, ഇപ്പം തന്നെ കാണണം. സാധാരണ ഒ പി കഴിഞ്ഞ് തിരിഞ്ഞ് പോകാനുള്ള മനസ്സുണ്ടാവാറുള്ളൂ. കാരണം നമ്മൾ റൗണ്ട്സ് കഴിഞ്ഞ് തിരികെ വന്നതേ ഉള്ളൂ. ഞാൻ പോകണമെന്ന് സംശയിച്ചിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, എന്തായാലും പോയി കാണാം. അപ്പം ഞാൻ പോയി കണ്ട് ഇപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി വിളിച്ചാണ്, കാണാൻ വേണ്ടി വരാൻ പറഞ്ഞത്. ഞാൻ ചെന്ന് കണ്ട് സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല. അവൻ പറഞ്ഞു, എനിക്ക് അങ്കിളിനെ കാണണം, അതുകൊണ്ട് വിളിച്ചാന്ന് പറഞ്ഞു. ഞാൻ മുറി വിട്ടിറങ്ങി ലിഫ്റ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അച്ഛൻ ഓടി വന്ന് പറഞ്ഞു, ഇതാ അവന് ഫിറ്റ്സ് പോലെ ഉണ്ടാകുന്നത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ത്രോയിങ് ഫിറ്റ്സ്. ഒരു 3-4 മിനിറ്റുകൾക്കകം ഹി ലെഫ്റ്റ് ദി വേൾഡ്. ഒരു ബ്ലീഡായിരുന്നു, ലുക്കീമിയ ആണല്ലോ, അറിയാമല്ല. ഒരു ബ്രെയിൻ ബ്ലീഡായിരുന്നു. ബട്ട് വി ലോസ്റ്റ്. അപ്പോൾ എന്നെ കാണണമെന്ന് നിർബന്ധമായും അവൻ പറയും. ഞാൻ അവിടെ ചെല്ലുകയും അതിന് എന്തെങ്കിലും ചോദ്യമുണ്ടോ അല്ലെങ്കിൽ ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരങ്ങളൊന്നുമില്ല. പക്ഷെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ആ മുഖം, അത് ദുഃഖമാണ്, ഓർമ്മയാണ്. മറുവശം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. RCCയിൽ വെച്ച രാത്രി റൗണ്ട്സ് എടുക്കാണ്. അന്ന് എൻ്റെ പ്രൊഫഷൻ തുടങ്ങുന്നേ ഉള്ളൂ. 10-12 രോഗികൾ മാത്രമുള്ള RCCയിൽ മെഡിക്കൽ കോളേജ് വാർഡ്. ലൈറ്റെല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഇരുണ്ട വെളിച്ചം മാത്രം. സിസ്റ്റർ എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഓരോ രോഗികൾ പോലെ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ആരെയും ഉണർത്തണ്ട, ഒരു കാഷ്വൽ റൗണ്ട്സ് അത്ര ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ അടുത്ത് കൂടെ പോയി. അടുത്ത ബെഡിൽ പോയപ്പം എന്തുകൂടെ ഞാൻ തിരികെ വീണ്ടും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു. ഞാൻ അവളെ ഉണർത്താൻ നോക്കി. എന്തിനാ ജോലിക്ക് ഉത്തരവൊന്നുമില്ല. അവളെ ഉണർന്നില്ല. ഷി വാസ് ഇൻ കോമ. അത് എഗെയിൻ ബ്ലഡ് ക്യാൻസറാണ്. ഷി വാസ് ഓൺ സ്റ്റിറോയിഡ്സ് കഴിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നോക്കിയപ്പോഴേ വെരി ഹൈ ബ്ലഡ് ഷുഗർ ആൻഡ് കീറ്റോസിഡോസിസ് ആൻഡ് കോമ. ഞാൻ ഒരുപക്ഷെ നടന്നു പോയിരുന്നെങ്കിൽ അടുത്ത ദിവസം മിക്കവാറും ഐ നോട്ട് ഹാവ് സീൻ ഹർ. പക്ഷെ ഞാൻ അവിടെ വരെ പോയി എന്തിനു തിരികെ വന്നു അവിടെ എന്ന് ചോദിച്ചാൽ അതിനെനിക്കൊന്നും ഉത്തരവില്ല. ബട്ട് അതിന് നല്ലൊരു വശം, ഓർക്കാനുള്ളൊരു വശം എന്ന് വെച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞു. അവള് വിവാഹം കഴിഞ്ഞു, തൃശ്ശൂരുകാരിയാണ്. ഇപ്പോഴും എന്നെ കാണാൻ വരുമ്പോഴേ ഞാൻ ചോദിക്കും, നീ ഓർക്കുന്നുണ്ടോ ആ ദിവസം? അപ്പോൾ അവളെ ഓർക്കില്ല, കാരണം അവളെ ഷി വാസ് ഇൻ കോമ. പക്ഷേ ഐ റിമെമ്പർ ഡേ, കാരണം ഷീ കെയിം ബാക്ക് ടു ലൈഫ്. എങ്ങനെ, എന്തുകൊണ്ട്, വീണ്ടും ഉത്തരങ്ങളില്ല. കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒരു ദുസ്വപ്നത്തിൽ പോലും
ഞാൻ ഡോക്ടറാണെന്ന് ചിന്തിച്ചിട്ടില്ല. കാരണം എൻ്റെ മേഖല അതല്ലായിരുന്നു എന്നാണ് അന്ന് എനിക്ക് തോന്നാറ്. അതിന് കാരണം അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കണക്കായിരുന്നു, മാത്തമാറ്റിക്സ് ആണ്. ഏറ്റവും വെറുക്കപ്പെട്ട, ഞാൻ വെറുക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബയോളജി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറാണെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അതിനേക്കാൾ ഉപരി ചിന്തയിലുണ്ടായിരുന്നത് മറ്റൊരു രസകരമായിട്ട്. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ പലരും കഥകൾ വായിക്കുന്നുണ്ടാവും, ലേഖനങ്ങൾ വായിക്കുന്നുണ്ടാവും, നോവലുകൾ വായിക്കുന്നുണ്ടാവും, അങ്ങനെ പലതും. പക്ഷേ ഞാൻ അന്നും ഒരുപക്ഷെ ഇന്നും ഒരു പരിധിവരെ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് റെയിൽവേ ഗൈഡുകളാണ്. ഭ്രാന്താണെന്ന് തോന്നി പറക്കും. പക്ഷേ എൻ്റെ ചിന്തയിൽ എന്നും അതായിരുന്നു. അതായത് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന തീവണ്ടി ഏതാണ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേഷനുകൾ തമ്മിൽ ഓടുമ്പോൾ അതിൽ ഏറ്റവും പെട്ടെന്ന് എത്തുന്ന ട്രെയിനുകൾ, ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്തകൾ. പണ്ട് ട്രെയിനുകളുടെ എണ്ണവും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തെ ആഗ്രഹം തീവണ്ടിയിലെ ഒരു ഗാർഡാകണമെന്നായിരുന്നു. എന്നും നോക്കി നിൽക്കാറുണ്ട് തീവണ്ടി പോകുമ്പോൾ പുറകിൽ ഏറ്റവും അവസാനത്തെ കമ്പാർട്ട്മെൻറ്റിൽ പച്ചക്കൊടി വീശുന്ന ഗാർഡിനെ. അന്നത്തെ ആഗ്രഹം അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഒരിക്കലും ഞാൻ ഡോക്ടറാണെന്ന് ആഗ്രഹിച്ചില്ല. പക്ഷെ എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ 10ാം ക്ലാസ് പാസ്സായി വളരെ നേരത്തെ, 13-13.5 വയസ്സിൽ. പ്രീ ഡിഗ്രി പാസ്സാവുന്നത് 15 വയസ്സ് 5.5 വയസ്സിലാണ്. പക്ഷെ അന്ന് ഒരു പ്രൊഫഷണൽ കോളേജിൽ മുന്നിൽ ചേരാൻ സാധിക്കില്ല, കാരണം 17 വയസ്സ് തികയണം. അങ്ങനെ ഞാൻ മഹാരാജാസ് കോളേജ് എറണാകുളത്ത് BSc കെമിസ്ട്രിക്കാണ് ചേരുന്നത്. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ അച്ഛൻ്റെതായിട്ടൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയിൽ ഞാൻ ചേരണമെന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി കുറച്ച് നാൾ ജോലി ചെയ്യുന്നു. താമസിയാതെ അച്ഛന് മനസ്സിലാവുകയാണ്, അവനിവിടെ ഇരുത്തി കഴിഞ്ഞാൽ ബിസിനസ് പൂട്ടേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അച്ഛൻ പറഞ്ഞു, നിനക്ക് പറ്റിയ മേഖലയല്ല. അങ്ങനെയാണ് MBBS അപ്ലൈ ചെയ്യുന്നത്. അന്ന് മാർക്ക് വെച്ചുകൊണ്ട് മാത്രമാണ് സെലക്ഷൻ കിട്ടിയപ്പോഴും 2 ചിന്തയുണ്ടായിരുന്നു, പോണോ വേണ്ടയോ. പക്ഷെ അമ്മയാണ് അന്ന് പറഞ്ഞത് പോകണം. പക്ഷെ അമ്മയുടെ ആഗ്രഹമാണ് എന്നെ MBBS എത്തിച്ചത്. അന്നും എൻ്റെ ആഗ്രഹം അതല്ല. MBBS പഠനം കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഉള്ള ചിന്ത വീണ്ടും. പോസ്റ്റ് ഗ്രാജുവേഷൻ പോകണമെന്നുള്ളത് അന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ജനറൽ മെഡിസിൻ ആയിരുന്നു. മെഡിസിനിൽ ഒരു MD ബിരുദം. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി പരീക്ഷ എഴുതുന്നു, കിട്ടിയില്ല. പക്ഷെ അപ്പോഴത്തേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. എൻ്റെ ഭാര്യ ഡോക്ടർ ചിത്രയ്ക്ക് അവിടെ നിന്ന് ഗൈനക്കോളജി MDക്ക് സീറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ സഫ്ദർജംഗ് ഹോസ്പിറ്റലാണ് ഡൽഹിയിൽ. നേരെ മുന്നിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡൽഹി യാത്ര വേണ്ടി വന്നു. ആ യാത്രക്കിടയിൽ അവിടെ വെച്ച് ധാരാളം ഡോക്ടർമാരെ പരിചയപ്പെട്ടു. അതിൽ പലരും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർ. അവിടെ ഒരു 3-4 മലയാളികളുണ്ടായിരുന്നു, MD റേഡിയേഷൻ ഓങ്കോളജി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ അടുത്ത ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻട്രൻസ് പരീക്ഷ വന്നു. അപ്പോൾ 2 സബ്ജക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. തീർച്ചയായും ഒന്നാമത്തെ എൻ്റെ ചോയ്സ് MD മെഡിസിൻ തന്നെയായിരുന്നു. ബാക്കി എല്ലാവരും പറഞ്ഞു MD റേഡിയേഷൻ ഓങ്കോളജിയും കൂടെ അപ്ലൈ ചെയ്യണം, കാരണം നല്ല സബ്ജക്റ്റാണ്, ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് വെച്ചു. അപ്പോൾ മനസ്സോടെ ആണെങ്കിലും എൻ്റെ സെക്കൻഡ് ചോയ്സ് MD റേഡിയേഷൻ ഓങ്കോളജി ആയിരുന്നു. MD മെഡിസിൻ കിട്ടിയില്ല, MD റേഡിയേഷൻ ഓങ്കോളജി കിട്ടി. അങ്ങനെയാണ് റേഡിയേഷൻ ഓങ്കോളജിയിൽ ഉപരിപഠനം വരുന്നത്. അന്നും പലവട്ടം പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട്, ഈ തിരഞ്ഞെടുത്തത് ശരിയാണോ അതോ ഞാൻ മറ്റൊരു മേഖലയിലേക്ക് തിരികെയാണോ സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഒരു 1.5 വർഷം പഠിക്കുന്നത് മുഴുവൻ റേഡിയേഷൻ ഫിസിക്സ് ആണ്, ബയോളജി അല്ല, റേഡിയേഷൻ ഫിസിക്സ് ആണ്. അങ്ങനെ
1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ ആ സബ്ജക്റ്റിനോടുള്ള ആഭിമുഖ്യം വന്നു തുടങ്ങി. 3rd ഇയറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ MD റേഡിയേഷൻ ഓങ്കോളജി എടുത്തത് നന്നായി തോന്നിയിട്ടുണ്ട്. ഞാൻ എത്തേണ്ട മേഖലയ്ക്ക് തന്നെ ഞാൻ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ബോധം അന്നാണ് തുടങ്ങുന്നത്. റേഡിയേഷൻ ഓങ്കോളജി കഴിഞ്ഞ് പുറത്തിറങ്ങി. ആ സമയത്താണ് ഇവിടെ ആദ്യമായിട്ട് മെഡിക്കൽ ഓങ്കോളജി സെലക്ഷനുകൾ നടക്കുന്നത്. ഒറ്റ സ്ഥലമേ ഉള്ളൂ, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടയാർ. അവിടെ മാത്രമേ ഇന്ന് DM മെഡിക്കൽ ഓങ്കോളജി ഉള്ളൂ. അപ്പോൾ ഞാനവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഡയറക്ടർ പറഞ്ഞു, റേഡിയേഷൻ ഓങ്കോളജിക്കാർക്ക് ഞങ്ങൾ തരില്ല ഈ സീറ്റ് എടുക്കണമെങ്കിൽ വേണമെങ്കിൽ പോയി MD മെഡിസിൻ കഴിഞ്ഞ് തിരികെ വരണം. അങ്ങനെ ഞാൻ തിരികെ വന്ന് MD മെഡിസിൻ ചെയ്യുകയാണ്. അതായത് MD റേഡിയേഷൻ ഓങ്കോളജിക്ക് ശേഷം MD ജനറൽ മെഡിസിൻ ചെയ്തു. വീണ്ടും അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡയറക്ടറുടെ മുമ്പിലേക്ക്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, യെസ് യു ആർ എലിജിബിൾ നൗ. പക്ഷെ അവിടെ ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ കോമ്പറ്റീഷനൊന്നുമില്ല. അങ്ങനെ DM മെഡിക്കൽ ഓങ്കോളജിക്ക് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടയാറിൽ ചെയ്തതാണ്. മെഡിക്കൽ ഓങ്കോളജിയിൽ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ എൻ്റെ മേഖലയിൽ ശരിക്കും എനിക്ക് ഒരു കാൽ വയ്പ്പെന്ന് വേണേൽ പറയാം. അത് റേഡിയേഷൻ ഓങ്കോളജി ആയിരുന്നെങ്കിലും ഞാൻ രോഗികളെ സ്നേഹിച്ചു തുടങ്ങിയതും ഇവിടെ കടന്നു വന്നപ്പോൾ എന്തൊക്കെ അല്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ മനസ്സിൽ കുറിച്ചിട്ടതും തോന്നിയതും അറിഞ്ഞതാണ്. അങ്ങനെ 1988 ഞാൻ DM മെഡിക്കൽ ഓങ്കോളജി കഴിഞ്ഞ് പുറത്തിറങ്ങിയാണ്. 88 ആണോ 89 ആണോ 88 89 റീജിയണൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരത്തെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം ഞാൻ സ്ഥാപിക്കുന്നു. അവിടെ അതിൻ്റെ പ്രധാനിയായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നു. പിന്നീടുള്ള ജീവിതം ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റായിട്ട് തന്നെയാണ്. കഴിഞ്ഞ 89 മുതൽ നമ്മൾ കൂട്ടാം, 89 + 111 + 24 ഇയേഴ്സ് 35 ഇയേഴ്സ് 35 വർഷം ഈ മേഖലയിൽ. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഡോക്ടറായാൽ ദുഃഖമില്ല, മെഡിക്കൽ ഓങ്കോളജിസ്റ്റായാൽ ഒട്ടും ദുഃഖമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിമിഷം വരെ സന്തോഷപൂർവ്വം എൻജോയ്ഡ് മൈ പ്രൊഫഷൻ ആസ് എ ഡോക്ടർ. അത് അടിവരയിട്ട് പറയാൻ സാധിക്കും. ഈ മേഖലയിൽ കടന്നു വരുന്ന എല്ലാ ഡോക്ടർമാരും ഞാൻ പറയുന്നത് അത് തന്നെയാണ്. യു ഹാവ് ചോസൺ എ സ്പെഷ്യാലിറ്റി വിച്ച് നോ അതർ സ്പെഷ്യാലിറ്റി ക്യാൻ ക്ലെയിം, നോ അതർ പ്രൊഫഷൻ ക്യാൻ ക്ലെയിം. അതായത് ഡോക്ടർ ആവുക എന്നുള്ളത് ഒരു നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന കാര്യം മാത്രമല്ല, അതുമൂലം ഉണ്ടാകുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഒരു പ്രൊഫഷനും ദേ കനോട്ട് ക്ലെയിം. അതുകൊണ്ട് തന്നെ ഇന്നൊരു ദുഃഖവുമില്ല ഞാൻ തിരഞ്ഞെടുത്ത പ്രൊഫഷണൽ ഇതായിരുന്നു അല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നേയില്ല. ബിക്കോസ് ഐ തിങ്ക് ഐ റീച്ച് ദി റൈറ്റ് ടാർഗറ്റ്. എങ്ങനെ തുടങ്ങി അല്ലേ? പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ സിനിമയ്ക്ക് പോയിട്ടുണ്ട്. അതിന് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് MBBSൻ്റെ സർജറി എക്സാമാണ്. ഫസ്റ്റ് പേപ്പർ എഴുതി. MBBSൻ്റെ ഫസ്റ്റ് പേപ്പർ എഴുതി കഴിഞ്ഞപ്പോൾ വെരി ടഫ് പേപ്പറാണ്. പഠിച്ചിടത്തോളം അതിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ഓഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാനിപ്പം ഓർക്കുന്നുണ്ട്, ഓഡ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ അതുവരെ ഇരുന്ന് വായിച്ചതിനോ തലേദിവസം വായിച്ചതിനോ ഒന്നും സത്യമായ ഒരു പ്രയോജനം കിട്ടിയിട്ടുണ്ടായില്ല ആ പരീക്ഷയ്ക്ക്. അപ്പോഴാണ് നമുക്ക് തോന്നിയത് എന്തായാലും സെക്കൻഡ് പേപ്പർ എഴുതണം. ഫസ്റ്റ് പേപ്പർ മിക്കവാറും കടന്നു കൊള്ളാൻ സാധ്യത ഭയങ്കര കുറവാണ്. അതിൻ്റെ സ്ഥിതിയും ഇതാണ്. അങ്ങനെ വന്നപ്പോൾ സെക്കൻഡ് പേപ്പർ എഴുതുന്നതിന് മുമ്പ് ചെയ്ത് നോക്കുന്നാൽ അന്ന് രാത്രി സിനിമയ്ക്ക് പോയാലെന്നാണ് വെച്ച്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ അതേ സമാന ചിന്താധികാരി വേറെ കുറച്ച് പേരും ഞങ്ങളൊന്ന് സിനിമയ്ക്ക് പോകാം. അങ്ങനെയാണ് സിനിമയ്ക്ക് പോകുന്നത്. അങ്ങനെ സിനിമയ്ക്ക് പോയി തിരിച്ചു വന്നു. പരീക്ഷ എഴുതി. പരീക്ഷ വളരെ എളുപ്പമായി. എല്ലാം ഇതിനകത്ത് അയച്ചു, നന്നായിട്ട് അയച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും ഒരു കാര്യം ഞാൻ തീരുമാനമെടുക്കാറുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ പരീക്ഷ തലേദിവസം വായിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സമാത്തോടെ വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അത് വെച്ചുകൊണ്ട് നമ്മളൊരു പരീക്ഷ എഴുതി ജയിക്കണമെങ്കിൽ അത് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുമ്പോൾ കിട്ടുന്ന കുറേ ചോദ്യങ്ങളായിരിക്കും. നമുക്ക് തലേദിവസം നോക്കി കിട്ടി ഞാൻ പോയി എഴുതി. ഒരു തിയറി പേപ്പർ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയ റിലവൻസ് ഇല്ല. ബിക്കോസ് വാട്ട് എവർ യു ഹാവ് ലേൺഡ് ഈസ് ദെയർ ഇൻ യുവർ മൈൻഡ്. നമ്മുടെ റിക്കളക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ മുകളിലേക്ക് പോകുന്നവരും ചിലപ്പോൾ 1ാം ക്ലാസ്സിലെല്ലാം വായിക്കാം, 2ാം ക്ലാസ്സിൽ ചിലപ്പോൾ കുറേ ഭാഗം വായിക്കാം, 3ാമത് ബുക്ക് മുഴുവൻ വായിക്കാൻ പറ്റും. പക്ഷേ
MBBS കാലത്തും MD കാലത്തൊന്നും ഹോൾ പോർഷൻ റിവൈസ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം, നടക്കില്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. വളരെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അതിനേക്കാൾ ഉപരി എന്താണെന്ന് വെച്ചാൽ പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തെ മൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഹൗ യു ഫേസ് ദി എക്സാം, അല്ലെ ഹൗ യു ആർ ഗോയിങ് ടു റൈറ്റ് ദി എക്സാം. അവിടെ എനിക്ക് എപ്പോഴും ഞാൻ ഫ്രീ ആയിട്ടാണ് പോകാറ്. ഐ ഡോണ്ട് ഗെറ്റ് യൂഷ്വലി ടെൻസ്ഡ് അപ്പ്. ഞാൻ പലപ്പോഴും വൈകിയൊക്കെ പോകുന്ന സമയത്ത് ക്ലാസ് എക്സാംസ് നമ്മുടെ MBBS പഠനകാലത്തൊക്കെ നമ്മൾ പ്രാക്ടിക്കലിൽ പോകുമ്പോൾ ആ ഹാളിൻ്റെ പുറത്തിരുന്ന് എല്ലാവരും പുസ്തകം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഐ യൂസ് ടു എൻജോയ് ഇങ്ങനെ ഓരോരുത്തരുടെ ടെൻഷൻ മുഖത്തെ സാറ്റിസ്ഫാക്ഷൻ. ബിക്കോസ് എനിക്ക് ടെൻഷൻ തോന്നാറില്ല. അത് എനിക്ക് തോന്നുന്നത് ഹൗ യു ഗോട്ട് ഇറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. പക്ഷേ തിരിഞ്ഞത് ആലോചിച്ചത് എങ്ങനെ അറിയോ, നമ്മൾ എന്തെങ്കിലും കളിക്കുന്നവർക്ക് സ്പോർട്സ്മാൻ അവരൊക്കെ ആണല്ലോ, ദേ ലേൺ ടു കൺട്രോൾ ദാറ്റ് ടെൻഷൻ. അവർ കൺട്രോൾ ചെയ്യാൻ അവർക്ക് അവരുടേതായിട്ടുള്ള വിദ്യകളാണ്. ഇപ്പം ശ്രീജേഷ് ഗോളിയായിട്ട് നിൽക്കുന്ന സമയത്ത് ആ മാച്ചിൽ ദർ ഇസ് എ ടെമ്പർമെൻറ്റ് ഫോർ ഹിം ടു കീപ്പ് ഹിം ഗോയിങ്. അത് നമ്മളെ ചെയ്യും. നമ്മുടെ ഫീൽഡ് അത് തന്നെയാണ്. ഐ തിങ്ക് അങ്ങനെ വരുമ്പോഴേ ഞാൻ ശരിക്കും ചെയ്യാറുള്ളത്, ടെൻഷൻ വരുന്ന മൊമെൻറ്റിൽ ഒന്ന് ഞാൻ പാട്ട് കേൾക്കും. പരീക്ഷയ്ക്ക് പോകുന്നതിനും പാടും ഐ യൂസ് ടു നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ നല്ല രസമായ പാട്ടുകൾ 2-3 പാട്ട് കേൾക്കുക. അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന ചില ഇൻസ്ട്രുമെൻസ് ഉണ്ട്, ആ ഇൻസ്ട്രുമെൻസ് ഞാൻ വായിക്കും തലേദിവസം രാത്രിയും. പക്ഷെ ഞങ്ങൾ മിക്കവാറും ഒരുമിച്ച് മുറിക്കകത്ത് കൂടുമ്പോഴും അതുപോലെ തന്നെയാണ്. വി യൂസ് ടു എൻജോയ് ആൻഡ് ഗോ. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര റിലാക്സ്ഡ് ആണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ. യു ഡോണ്ട് ഗെറ്റ് ദാറ്റ് ടെൻഷൻ ഓഫ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് സിനിമകൾക്ക് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും നല്ല സിനിമയൊക്കെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് പരീക്ഷ ആയാലും പരീക്ഷ അല്ലെങ്കിലും ഞാൻ അതിൽ പോകാൻ എന്നിട്ട് മിക്കവാറും പോകാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്ലെയിനിലേക്ക് വീണിട്ടുണ്ട്. അത് പോസിറ്റീവ് പോയിന്റ് അല്ല വേണം. ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമ കാണുന്നതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അതുമായിട്ടുള്ള ടെക്നിക്ക് വേണം ടു റിലാക്സ്, റിലീസ് ഫ്രം ദി ടെൻഷൻ. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. പാട്ടാകാം, ചിലപ്പോൾ നമുക്ക് കേൾക്കുന്ന ഡയലോഗ്സ് ആകാം, നമ്മൾ വായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കളികളാവാം. ഇതൊക്കെ നമുക്ക് ദേ ഓൾ ഹെൽപ്പ് യു ടു റിലീവ് യു. ആ ടെൻഷൻ റിലീവ് പോയി എന്താ കാര്യം എന്ന് വെച്ചാൽ എസ്പെഷ്യലി വെൻ യു ആർ ഗോയിങ് ടു റൈറ്റ് എക്സാംസ്, നമുക്ക് ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആ സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മൾ പഠിച്ചു എന്ന് പറയുന്നത് മാത്രം കാര്യമില്ല, ഹൗ യു എക്സ്പ്രസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എഴുത്തായാലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പരീക്ഷയാണെങ്കിലും, നമ്മൾ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ വൈവേക്ക് ആണെങ്കിലൊക്കെ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അറിയാവുന്ന സബ്ജക്റ്റ് എങ്ങനെ പ്രദർശിപ്പിക്കുന്നതാണ്, ഹൗ ടു പുട്ട് ഇറ്റ് അക്രോസ് എന്നാണ്. ഞാൻ ഒരു ടീച്ചറായ പിന്നെ ഞാൻ സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, വൈവയ്ക്ക് നിങ്ങൾ ചെന്നിരുന്നാൽ നിങ്ങളുടെ എക്സാമിനർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. യു ഷുഡ് ലീഡ് ദി ട്രാക്ക്. ആ ട്രാക്ക് ലീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിക്കണം. എന്ത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ പറയാം. ലങ് ക്യാൻസർ പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ കേസ് പ്രസൻറ്റ് ചെയ്യണം. ഞാൻ പറയും, നോ ക്ലബിങ്, നോ മീഡിയാസ്റ്റൈൽ ഒബ്സ്ട്രക്ഷൻ സിംറ്റംസ്. ഞാൻ ക്യാച്ച് കൊടുക്കുകയാണ് ഫോർ ദി എക്സാമിനർ. Then the question is going to ask is, what are the signs of mediastinal obstruction? ഞാൻ കൊടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ആ ഉത്തരം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം I am giving the cash to the examiner to hold on. അദ്ദേഹത്തിനെ വെറുതെ വിട്ടാൽ അദ്ദേഹം കാട് കയറി പോകും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോ ക്യാച്ചുമാണ് അദ്ദേഹത്തിന് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് അറിയാവുന്ന മേഖലയിലേക്ക് അദ്ദേഹത്തെ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കർത്തവ്യമാണ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ഹിസ് മെന്റാലിറ്റി. അതായത് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റുഡൻറ്റിൻ്റെ കഴിവാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും whatever he asks, I am able to answer, because ഞാൻ ആ ആൻസർ പറഞ്ഞു അങ്ങനെ പോകാനുള്ളൊരു കപ്പാസിറ്റി സ്റ്റുഡൻറ്റ് ഡെവലപ്പ് ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിക്കാറ്. പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചോദ്യം ചോദിക്കാറുണ്ട്. അവസാന ചോദ്യം അതാണ് എപ്പോഴും. ദൈവം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്, രാത്രി കിടന്ന് ഉറങ്ങുകയാണ് നിങ്ങൾ. ദൈവം പ്രത്യക്ഷപ്പെട്ട് നിങ്ങളോട് പറയും, എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു ക്യാൻസർ തരും, പക്ഷേ ഏത് ക്യാൻസർ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടുതരും. അപ്പം അവിടെ നിന്ന് ഉത്തരങ്ങൾ വരും. ആദ്യത്തെ ഉത്തരം എന്താ അവർ പറയും, ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ഉത്തരം ദൈവത്തിന് ഇഷ്ടമുള്ള ക്യാൻസർ എന്നുള്ള പറയുന്നത്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് ക്യാൻസറിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തരാൻ ദൈവം തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ ഉത്തരങ്ങൾ വരും. ബ്രസ്റ്റ് ക്യാൻസർ, ലങ്, തെറ്റ്. അവസാന ഉത്തരം ഞാൻ പറയും. ആ വരാൻ എന്ന ക്യാൻസർ എന്തായിരിക്കും എന്ന് വെച്ചാൽ, അത് നിങ്ങൾ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് ചെല്ലേണ്ടി വരും. മറ്റൊന്ന്, അത് മറ്റു ഭാഗത്തേക്ക് പടരാൻ സാധ്യത ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാരംഭത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. പടർന്ന് കാണില്ല. അങ്ങനെയൊക്കെ വലിയൊരു ക്യാൻസർ നിങ്ങളുടെ മനസ്സിൽ. പലരും പല ഉത്തരം പറയും. പക്ഷെ അവസാനം ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും, അത് വോക്കൽ കോഡാണ്. അതായത് നമ്മുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആ സ്ഥലത്തെ ഒരു ഓർഗനാണ് വോക്കൽ കോഡ്. ആ വോക്കൽ കോഡിൽ ക്യാൻസർ വന്നാൽ ഞാൻ പറയാം, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശബ്ദം പതറും, നമുക്ക് സംസാരിക്കാൻ പ്രയാസം വരും. അപ്പോൾ അതിന് ഞാൻ തമാശ വേണ്ടി പറഞ്ഞു കൊടുക്കാതെ നമുക്ക് പരദൂഷണം പറയാൻ സാധിക്കാതെ വരും.
അപ്പം നമുക്ക് എപ്പോഴും ആവശ്യം മറ്റൊരാളെ കുറിച്ച് പറയാന്നുള്ളതാണ്. അപ്പോൾ അത് പറയാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് മറ്റു സങ്കടം വരിക. അപ്പം നമ്മൾ പരദൂഷണം പറയാൻ സാധിക്കാமல் നമ്മൾ ഓടി ഡോക്ടറെ അടുത്ത് ചെല്ലും. എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. സോ ഇറ്റ് ബിക്കംസ് എൻ ഏർലി ഡിസീസ്. പിന്നെ അറിയാവുന്ന പോലെ തന്നെ സ്പ്രെഡ് ഇസ് ചാൻസസ് വെരി ലെസ്. ലിംഫാറ്റിക്സ് ആൻഡ് ബ്ലഡ് സ്ട്രീം രണ്ടും ചാൻസ് കുറവാണ്. അതിൻ്റെ വെരി ഹൈ ചാൻസ് ക്യൂർ, അതായത് ഓൾമോസ്റ്റ് 100% ചാൻസ് ഫോർ ക്യൂർ ഉള്ളൊരു ക്യാൻസറാണ്. അപ്പോൾ നമ്മൾ പറയും അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അള്ളാഹയെ വിളിച്ച് പ്രാർത്ഥിക്കാം, യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഏത് ഹിന്ദു ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക, എനിക്ക് ഓക്കൽക്കോട് മതി, എനിക്ക് ഓക്കൽക്കോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നാൽ ചിലപ്പം നമ്മളറിയാതെ നമ്മളറിയാതെ തന്നെ ദൈവം നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ അത്ര കൃത്യമായിട്ട് നമുക്കിന് ഉത്തരം കൊടുക്കാൻ സാധിക്കും. പലപ്പോഴും തോന്നാറുണ്ട്, അതായത് ഞാൻ ഉൾപ്പെടുന്ന അലോപ്പതി ഡോക്ടേഴ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് നോട്ട് ഗുഡ്. നമുക്ക് പലപ്പോഴും രോഗികളോട് സംസാരിക്കാനും അവരോട് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ നമ്മൾ ഉദ്ദേശിച്ച പാതയിലേക്ക് കൊണ്ടുവരാനുമൊക്കെ ഉള്ള ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഐ തിങ്ക് വി ലാക്ക്. അത് നമ്മൾ അംഗീകരിച്ചാൽ മതിയാവും. അത് നമ്മുടെ പഠനകാലത്തും നമുക്ക് അങ്ങനെ ഒരു കാര്യം നമ്മൾ ആലോചിക്കാറില്ല. തുടങ്ങിയിട്ടുണ്ട് എനിക്കറിയാം, പക്ഷെ ഞങ്ങളുടെ കാലത്ത് ഒട്ടുമില്ല. സോ വി ലാക്ക് ദി കമ്മ്യൂണിക്കേഷൻ. അത് മാത്രം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഡോക്ടർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വേറെ ആവുന്നു, സമൂഹം എന്ന് പറയുന്നത് വേറൊരു ഭാഗമാകുന്നു, സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നു, സമൂഹം നമ്മളെ അവരുടെ ഭാഗമല്ലാതെ കാണുന്നു. ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു രോഗിയോട് അല്ലെ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും നമ്മൾ ഉദ്ദേശിച്ച് പറയുകയും കൊണ്ടുവരാനും സാധിക്കാതെ പോകുന്നു. പലപ്പോഴും നമ്മൾ അതിന് മെനക്കെടാറുമില്ല. നമ്മളെ ശാസ്ത്രം മാത്രം പറയുകയും അതിനപ്പുറം നമ്മൾ മുന്നോട്ട് പോകാറുമില്ല. ദാറ്റ് ഇസ് വെർ വി ആർ അറ്റ് ദ ലോസ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും, എസ്റ്റാബ്ലിഷിങ് എ റാപ്പോ. അതായത് രോഗിയുടെ പ്രശ്നങ്ങളുമായിട്ട് രോഗിയുടെ തലത്തിലേക്ക് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുക. എൻ്ററിങ് ഇൻ ടു ഷൂസ് വേണം ഇംഗ്ലീഷിൽ വേണം വിശേഷിപ്പിക്കാം. അത് നമുക്ക് സാധിക്കാറില്ല പലപ്പോഴും. പക്ഷേ നമ്മുടെ മേഖലയിൽ ഒന്നുമല്ലാത്ത, ഒരിക്കൽ പോലും ആരോഗ്യകരമായ കാര്യങ്ങൾ പഠിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ ശാസ്ത്രം എന്താണെന്ന് പോലും അറിയാത്ത ക്വാക്സ് അവർ ഭരിക്കുന്ന ഒരു മേഖലയുണ്ട് ഇന്ത്യയിലും കേരളത്തിലും. അവർക്ക് ശാസ്ത്രം അറിയില്ല, ചികിത്സ അറിയില്ല, പക്ഷേ രോഗികളുമായി താതാത്മ്യം പ്രാപിക്കാൻ പഠിച്ചവരാണ് അവർ. അതുകൊണ്ട് തന്നെ രോഗികൾ അവരുടെ വലയിൽ പെട്ടെന്ന് വീണുപോകും. അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അത് 100% ആരോഗ്യം രക്ഷപ്പെടില്ല നമ്മൾ വിചാരിക്കുന്ന രോഗിയും അവർ പറയും രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടുത്താം. അവിടെയാണ് വ്യത്യാസം. അത് എന്തുകൊണ്ട് സംഭവിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. നമ്മളും അതുകൊണ്ട് അലോപ്പതി ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഡോക്ടർമാർ, യു ഹാവ് ടു ഡെവലപ്പ് എ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മളെ രോഗിയുമായിട്ട് സംസാരിക്കാനും രോഗിയുമായിട്ട് ഇടപെടാനും ഉള്ള ഒരു ഭാഗം നമ്മൾ പഠിച്ചാൽ മതിയാവും. അതിൽ ഞാൻ ഏറ്റവും അധികം എടുത്തെടുത്ത് പറയാറുള്ളത് ഞങ്ങളുടെ തലമുറ, ഞാൻ ഉൾപ്പെടുന്ന തലമുറ. ഞാൻ എപ്പോഴും വിശ്വസിക്കും പറയാറുണ്ട്, അതായത് ദർ ഇസ് എ മാജിക് ഇൻ യുവർ ടച്ച്. നമ്മളതിനെ വേണേൽ സ്പർശം എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. ഒരു ഡോക്ടർ രോഗിയുടെ കൈ പിടിക്കുന്നതും രോഗിയുടെ കൂടെ ഇരുന്ന് സ്പർശന കൂടെ പരിശോധിക്കുന്നതും അത് ദാറ്റ്സ് എ ബിഗ് സോളേസ് ഫോർ ദി പേഷ്യൻ്റ്. അപ്പോൾ തിരിഞ്ഞ് നമ്മൾ ഞാൻ എന്നും പറയാറുണ്ട്, അതായത് ഏതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും AI വന്നാലും ഒരു ഡോക്ടറുടെ ആ സ്പർശം, ദ ടച്ച്, ദറ്റ് കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ AI. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ്. എല്ലാവരെയും ഉപദേശിക്കാറ് അത് തന്നെയാണ്. രോഗിയുടെ കൂടെ പോയി ഇരുന്ന് ഇരിക്കരുതെന്ന് ആരും ഞാൻ തെറ്റാണ്. രോഗിയുടെ കൂടെ തന്നെ ഇരിക്കണം. രോഗിയുടെ കൂടെ ഇരുന്ന് ദർ ഇസ് എ
സൊളേസ് വിച്ച് യു ഗീവ് ഫോർ യുവർ ടച്ച്, അത് കൊടുക്കണം. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു സന്ദർഭം കൂടെ ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ ലേക്ക് ഷോറിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ്. ഇതുപോലെ അസുഖം വളരെ മൂർച്ഛിച്ച ഒരു അച്ഛൻ, ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കട്ടിലിരുന്നു, തോളത്ത് കൈയിട്ട് സംസാരിച്ചു. ബട്ട് ഐ ന്യൂ ദാറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സേവ് ഹിം. രക്ഷപ്പെടുത്ത സംഗതി എനിക്കറിയാമായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും കൂടെ വീട്ടിൽ വന്നു. രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു 5 നിമിഷം സമയം തരണം. ഇവിടെ വന്നു, എൻ്റെ മുറിയിൽ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, അവർ രണ്ടുപേരും ഇരുന്നിട്ട് പറഞ്ഞു, അതായത് അച്ഛൻ ചികിത്സയിൽ ഉടനീളം ഡോക്ടർക്ക് അറിയാമല്ലോ ഉണ്ടായിരുന്നു, ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛന് ഏറ്റവും അധികം ആശ്വാസം കിട്ടിയ നിമിഷം ഡോക്ടർക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിലൂടെയൊക്കെ പോകുന്നതാണ് ഞാൻ കൊടുത്തൊരു മരുന്നായിരിക്കും എൻ്റെ മനസ്സിലൂടെ ചിന്തയിൽ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അമ്മ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, ഡോക്ടർ അടുത്ത് വന്നിരുന്ന് തോളത്ത് കൈയിട്ട് സംസാരിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ ദിവസമാണ് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം ആശ്വാസം കിട്ടിയ ദിവസം. അച്ഛൻ എന്ന ഒരു കാര്യം പറഞ്ഞു, അതായത് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് അച്ഛന് ഒരു നിമിഷം തോന്നി അച്ഛൻ്റെ 2 കൈയിലെയും കൈവിരൽ കൊണ്ട് എൻ്റെ കണ്ണിലൊന്ന് തൊടണം, കണ്ണ് ഒരു നിമിഷം മൂടി വയ്ക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അന്ന് അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടറോട് എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചോട് ചെയ്തില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി അവിടെ പോകണം, അദ്ദേഹത്തെ കാണണം. മോളോട് പറഞ്ഞു, നീയെ നിൻ്റെ 2 കൈയും കൊണ്ട് ഡോക്ടറെ കണ്ണിൽ തൊടണം, ഒരു നിമിഷം മൂടണം, എനിക്ക് വേണ്ടി ചെയ്യണം പറഞ്ഞു. ദാറ്റ് ഈസ് ദി ടച്ച്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഇടത്തോളം ആശ്വാസം കിട്ടുന്ന ഒരു, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഇറ്റ്സ് എ ടച്ച്. അത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. എനിക്ക് തോന്നുന്നത് ആ ടച്ച് ഈസ് ദ ഇൻറ്റിമസി. ടച്ചാണ് ദ ബെസ്റ്റ് റാപ്പോ ബിറ്റ്വീൻ എ ഡോക്ടർ ആൻഡ് എ പേഷ്യൻ്റ് എന്നാണ് ഞാൻ എപ്പോഴും എല്ലാ മേഖലയിലും പറയാറുള്ളത് തന്നെയാണ്. ഇന്നസെൻ്റ് ആയിട്ടുള്ള ബന്ധം ഒരു പേഷ്യൻ്റ് ഡോക്ടർ എന്നുള്ളതല്ല, മാത്രമല്ല ഞാൻ ഇരിയാലക്കുടക്കാരനാണ്, ഇന്നസെൻ്റ് പെരിയാലക്കുടക്കാരൻ. എൻ്റെ മൂത്ത ചേട്ടൻ്റെ ക്ലാസ്മേറ്റാണ് ഇന്നസെൻ്റ്. അപ്പോൾ ഇന്നസെൻ്റ് അതിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നസെൻ്റ് പറഞ്ഞു, ഞാൻ ഗംഗാധരൻ്റെ മൂത്ത ചേട്ടൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, 2ാമത്തെ ചേട്ടൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഗംഗാധരൻ്റെ കൂടെ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറയും, ഞാൻ പക്ഷേ ഗംഗാധരനെ കണ്ടിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്നസെൻ്റിൻ്റെ വിവരണം ഉണ്ടാവും, അതായത് വള്ളി നിക്കറിട്ട് ഒരു കാലം കൂടെ തൂക്കി ഗംഗാധരൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം അവനെ എൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയി. ഇങ്ങനെ ഞാൻ പറയാം, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയി ഇതിന് പറയും. അങ്ങനെ തമാശകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ തമാശ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് ഇന്നസെൻ്റ് തമാശയെ കൂടെ പറയുന്നത്, അത് സ്കൂൾ ജീവിതമാണ്. അത് ഇന്നസെൻ്റ് പറഞ്ഞിട്ടും കേട്ടിട്ടുണ്ട്, അല്ലാതെ എനിക്കറിയാവുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് നാഷണൽ സ്കൂളാണ്, ഇരിഞ്ഞാലക്കുട നാഷണൽ സ്കൂളാണ്. അപ്പം അവിടെ സ്കൂളിൻ്റെ ആനിവേഴ്സറിയിലെ അവസാനത്തെ ഐറ്റം, ലാസ്റ്റ് ഐറ്റം എന്തായിരിക്കും വെച്ചാൽ, ഈ വർഷം നാടകമാണെങ്കിൽ അടുത്ത വർഷം കഥകളി ആയിരിക്കും. അത് മാറി മാറി വരും. ഒരു വർഷം കഥകളി, അടുത്ത ദിവസം നാടകം. അപ്പം അങ്ങനെ ഒരു വർഷം. അപ്പം ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ രാമനാഥൻ മാഷ് എന്ന് പറഞ്ഞ മലയാളം മാഷാണ്. അപ്പം ഇന്നസെൻ്റ് അന്ന് ആ ഒരു വർഷം ഒരു തർക്കം വന്നു, കഥകളി ആദ്യം വേണോ നാടകം വേണോ? അപ്പം ഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞു നാടകം മതി, നാടകം ആദ്യം വെക്കണം, കഥകളി ഏറ്റവും അവസാനം വെച്ചാൽ മതി. ഇന്നസെൻ്റ് മാത്രം പറഞ്ഞു, അല്ല, കഥകളി ആദ്യം വെക്കണം, കഥകളി കഴിഞ്ഞ് മതി നാടകം. തർക്കമായി. അവസാനം എല്ലാം കഴിഞ്ഞപ്പം രാമനാഥൻ മാഷ് ചോദിച്ചു, നിനക്ക് എന്ത് തൊട്ട് തുടങ്ങി കഥകളിയോട് ഇത്രമാത്രം കമ്പം? നീ പണ്ട് കഥകളി എന്ന് പറഞ്ഞാൽ നീ ആ ഭാഗത്തോടെ വരാത്ത പാട്ടല്ലേ? അപ്പോൾ ഇന്നസെൻ്റ് ഉത്തരം എന്താ അറിയാം, എനിക്ക് വീട്ടിൽ പോയി ഒന്ന് ഉണ്ടിട്ട് വരാനുള്ള സമയം വേണം, അപ്പോൾ ആ കഥകളിയുടെ സമയത്ത് ഞാൻ പോയി ഉണ്ടെങ്കിൽ തിരിച്ചു വരാം, അത് കഴിഞ്ഞ് നാടൻ നടത്തിക്കൂടി ഞാൻ കണ്ടോളാം. എനിക്കത് ഇന്നസെൻ്റ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ അറിയാം, ഐ തിങ്ക് സ്പോണ്ടേനിയസ് നർമ്മങ്ങളാണ്, ആ മൊമെൻറ്റിലുള്ള നർമ്മങ്ങളാണ്. അത് ഓൾ ത്രൂ ഔട്ട് ഹിസ് ട്രീറ്റ്മെൻറ്റ് സമയത്തൊക്കെ
ഈവൻ ലാസ്റ്റ് മൊമെന്റിലേക്ക് കടക്കുന്നത് ആ സമയത്ത് ഭയങ്കര തമാശ ഉണ്ടായി. ഇതുപോലെ ഇന്നസെന്റ് സാധാരണ എല്ലാ സിസ്റ്റർമാരുമായിട്ടും വർത്തമാനം പറയും, തമാശ പറയും, എനിക്കിരിക്കും. ഇന്നസെന്റ് അവസാനം ഇതുപോലെ ഒരു വാടി കിടക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ വന്ന് പോയി ഇന്നസെന്റ് ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്തു, ഇന്നസെന്റ് സാറിനെ കണ്ട് ചിരിക്കാറ്, ഇന്ന് എന്നെ കണ്ട് ചിരിച്ചില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു പോയ സംശയം. അപ്പോൾ അത് കേട്ട മറ്റേ സിസ്റ്റർ ചെന്ന് ചോദിച്ചു, ഇന്നസെന്റ് സാർ എന്താണ് ഇങ്ങനെ ഈ പ്രാവശ്യം മാത്രം അവിടെ നോക്കി ചിരിക്കാതെ ഒന്നും സംസാരിക്കാതെ വിട്ടെന്ന് പറഞ്ഞു. ഇന്നസെന്റ് കുറച്ച് അസുഖത്തിൻ്റെ പ്രശ്നമാണ്. ഇന്നസെന്റ് തമാശയോടെ പറയുന്നത് അറിയാം, അവിടെ എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചത് അച്ഛൻ്റെ കാല് വേദനയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. തൊട്ടപ്പുറത്ത് എൻ്റെ ഭാര്യ ഇരിപ്പുണ്ട്. അവൾ അവൻ്റെ വന്നിട്ട് അച്ഛാന്ന് വിളിച്ചാൽ ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് പോയി ചിരിക്കും? ഐ തിങ്ക് ഇതുപോലെ ചിരിച്ച നിമിഷങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ അത് ഇങ്ങനത്തെ ആ ഒരു സ്പോണ്ടേനിയസ് ഒരു ഹ്യൂമർ ഉണ്ട്, അതാണ് ഇന്നസെന്റ് ഭയങ്കര കോണ്ടേ. പക്ഷെ ഇന്നസെന്റ് ട്രീറ്റ്മെന്റ് ഇന്നസെന്റ് ഏറ്റവും നല്ല ഇന്നസെന്റ് മനസ്സിലാക്കാൻ ചില പാഠങ്ങളുണ്ട്. അതെനിക്ക് എല്ലാ പേഷ്യൻറ്റും മനസ്സിലാക്കേണ്ട പാഠങ്ങളാണ്. ഒന്ന്, ഇന്നസെന്റേതായിട്ടുള്ള തോട്ട് പ്രോസസ് ഉണ്ട്, അത് മാറില്ല. ആരെന്തൊക്കെ വന്ന് ഇന്നസെന്റിനോട് പറയും, ഇന്നസെന്റിനോട് ഇതുപോലെ ഉള്ളാത്ത കഴിക്കാൻ പറഞ്ഞു വന്ന ആൾക്കാരുണ്ട്, കൂട്ടിക്കൊണ്ടുപോയ മെയിൻ ഹീറോസ് പോലും പള്ളി വന്ന് വിളിച്ചുകൊണ്ട് പോകാറുണ്ട്, അവിടെ പോയി ഇന്ന ട്രീറ്റ്മെൻറ്റ് പോയാൽ മാറും അസുഖം. ഇന്നസെന്റ് എല്ലാം കേൾക്കും. പക്ഷേ ഇന്നസെന്റ് ഹാസ് ഗോട്ട് വെരി ക്ലിയർ കൺസെപ്റ്റ് ആസ് ടു എങ്ങനെ പോകണം. അതുകൊണ്ട് ഇന്നസെന്റ് ഒരിക്കൽ പോലും ട്രീറ്റ്മെൻറ്റ് തെറ്റിച്ച് പോയിട്ടില്ല. വെരി പങ്ക്ച്വൽ. എവിടെയൊക്കെ എന്തൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ആ ഡേ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇന്നസെന്റ് ഉണ്ടാവും. അതേപോലെ ടേക്കിംഗ് വെരി ലൈറ്റ്ലി. എല്ലാ ദിവസവും ഇവിടെ തമാശയൊക്കെ പറഞ്ഞു, ഒപ്പിൽ വന്ന് കുറച്ച് തമാശ പറഞ്ഞിരിക്കും, കീമോ എടുക്കുന്ന സമയത്ത് തമാശ പറഞ്ഞിരിക്കും, അങ്ങനെ ടേക്കിംഗ് തിങ്സ് വെരി ലൈറ്റ്ലി. അതുകൊണ്ട് തന്നെ ഇന്നസെന്റ് അതിനേക്കാളൊക്കെ പ്രധാനം നമ്മൾ പറഞ്ഞ പോലെ ഇന്നസെന്റ് പലപ്പോഴും നമ്മളെ എല്ലാ പേഷ്യൻസും ദേ ഡോണ്ട് വാണ്ട് ടു ഡിസ്ക്ലോസ് ദാറ്റ് ദേ ഗോട്ട് എ ക്യാൻസർ. സമൂഹത്തിനോട് പറയാൻ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആണെങ്കിൽ. പക്ഷെ ഇന്നസെന്റ് ഒരു സങ്കടം പറഞ്ഞു, ആദ്യത്തെ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ക്യാൻസറാണ്. അതിൽ ഇന്നസെന്റ് ഉത്തരം എന്താ വെച്ചാൽ, ഇന്നസെന്റ് പറയുന്നത് ഞാൻ ഒരു പള്ളിയിൽ നിന്നും ഒരു മുതലും കട്ടുകൊണ്ട് വന്നിട്ട് ഉണ്ടായത് ക്യാൻസർ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് ക്യാൻസർ ആണെന്ന് പറയാൻ എന്താ പ്രശ്നം, എനിക്ക് ക്യാൻസർ പ്രശ്നമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പക്ഷെ അതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലത്തെ മെച്ചം ദേ ബിക്കം വെരി ഫ്രീ ടു ഗോ. മറ്റേ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നടക്കണം ട്രീറ്റ്മെന്റ് എന്ന സമയത്ത്. ഇന്നസെന്റ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഹി ടുക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി ആൻഡ് വെന്റ് അക്രോസ്. ഞാൻ പറഞ്ഞ ട്രാക്കേ ഉണ്ട്. ഞാൻ പറഞ്ഞു ഡോക്ടർ ചിത്രയും, ബിക്കോസ് ചിത്രയുടെ എൻ്റെ കൂടെ തന്നെ പലയിടത്തും വർക്ക് ചെയ്ത് ഷീ ഓൾസോ ഫെൽ ദാറ്റ് ഷീ ഷുഡ് ഗോ ഫോർ ഓങ്കോളജി. അങ്ങനെയാണ് ചിത്രയും ഓങ്കോളജിയിലേക്ക് വരുന്നത്. എങ്ങനെയാണ് എൻ്റെ ചിത്രയുടെ ബേസിക്കലി ഞാൻ MD ഗൈനക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് സർജറിയുടെയൊക്കെ സമയത്ത് പറയും, യൂറിട്രൊക്കെ കാണുമ്പം ഒരു പ്രയാസം, അങ്ങനെ പറഞ്ഞാൽ ഷീസ് ആയിട്ട് ഗോ ഫോർ യൂറോ, അങ്ങനെ MCH യൂറോളജി ചെയ്ത് എന്നിട്ടാണ് സർജിക്കൽ ഓങ്കോളജി. ആൻഡ് ഷീ ഈസ് ഡൂയിങ് മോർ ഓഫ് ഗൈനക്കും ബ്രസ്റ്റാണ് ഇപ്പോൾ ചെയ്യേണ്ടിരിക്കുന്നത്. മോൻ വന്നത് അവന് ഇൻട്രസ്റ്റോടി തന്നെ വന്നതാണ്. അവനൊരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും സംഭവം ഹി ഡിസൈഡ് ദാറ്റ് ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ചോദിച്ചു, തമാശയ്ക്ക് നീ പറയുന്നത് അല്ല, എനിക്ക് ഐ ലൈക്ക് ദി പ്രൊഫഷൻ. 10th and 12th ഒക്കെ ഞങ്ങളവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു, നീ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഈസി ഒരു പ്രൊഫഷനെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങരുത്. ബട്ട് ഇറ്റ്സ് എ ഗുഡ് പ്രൊഫഷൻ, ഒരു സംശയമില്ല. ബട്ട് യു ഷുഡ് ലൈക്ക് ഇറ്റ്. അപ്പോൾ നീ ഇഷ്ടപ്പെട്ട് വരുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് യു ഷുഡ് ബി വെരി ക്ലിയർ. പിന്നെ യു ഹാവ് ടു പുട്ട് ഇൻ എഫർട്ട്. ബാക്കി എന്തൊക്കെ പറഞ്ഞാൽ യു ഹാവ് ടു പുട്ട് ഇൻ എഫർട്ട്. നിനക്ക് ആ ഫീൽഡിൽ ഇടുന്ന എഫർട്ടിൻ്റെ ഒരു 35-40% മതിയാവും വേറൊരു പ്രൊഫഷനിൽ നിനക്ക് ടു ഗോ ഹയർ അപ്പ് ഇൻ യുവർ പ്രൊഫഷൻ. പക്ഷെ ഇതങ്ങനെ ആയിരിക്കില്ല. ഇവിടെ ലൈഫ് ലോങ് യു ഹാവ് ടു ബി റിയലി സ്ട്രഗ്ലിങ് ഫോർ ലൈഫല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിട്ട് ഇറങ്ങണം. ബട്ട് വാട്ട് യു ഗെറ്റ് ബാക്ക് ഈസ് സംതിങ് ടോട്ടലി ഡിഫറെൻറ്റ്. മറ്റ് സ്പെഷ്യാലിറ്റി പോലെ അല്ല. യു വിൽ ഗെറ്റ് റിയലി സാറ്റിസ്ഫൈഡ്. അപ്പോൾ പറയില്ല, എനിക്ക് ഭയങ്കര ക്ലിയർ ആണ്, ഐ വാണ്ട് ടു ബിക്കം ഡോക്ടർ ആൻഡ് ഐ വാണ്ട് ടു ബി എൻ ഓങ്കോളജിസ്റ്റ്. അപ്പോൾ അന്നത്തെ ഡിസിഷനൊക്കെ നമുക്ക് തോന്നുമ്പം ഞാൻ വിചാരിച്ചേണ്ട അവൻ മാറുമായിരിക്കും, ചിലപ്പോൾ MBBS കഴിയുമ്പം ഹി വിൽ ലൈക്ക് ടു. പക്ഷെ അവൻ ഫോക്കസ്ഡ് ആണ്. ഹി വാസ് ഫോക്കസ്ഡ് ഓൾ ത്രൂ ഔട്ട്. ആൻഡ് അവന് ഓങ്കോളജി തന്നെ, മെഡിക്കൽ ഓങ്കോളജി തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഫാക്റ്റ് അവന് എൻട്രൻസ് എഴുതിയപ്പം PG എൻട്രൻസ് എഴുതി ഫസ്റ്റ് ടൈം അവന് MS സർജറി കിട്ടിയ. അപ്പം ഞാനും എൻ്റെ ബ്രദർ ഡോക്ടറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അവനോട് പറഞ്ഞു, നീ കളയരുത്, ബിക്കോസ് അന്ന് എൻട്രൻസിൻ്റെ സമയം നീ പറഞ്ഞു നിനക്ക് അടുത്ത വർഷം എന്ത് കിട്ടുന്ന ഒരു ഇതൊരു അവൻ യു ഹാവ് ടു ഗോ ഫോർ മെഡിസിൻ കിട്ടണമെങ്കിൽ ചിലപ്പം പ്രയാസം വരും. അതുകൊണ്ട് വൈ ഡോണ്ട് യു റീതിങ്ക് ആൻഡ് ടേക്ക് ദി സർജറി ആൻഡ് ഗോ. അവനില്ല, നീ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഐ വാണ്ട് ടു. നെക്സ്റ്റ് ടൈം എഴുതി എടുക്കുക. നെക്സ്റ്റ് ടൈം എഴുതി MD മെഡിസിൻ ചെയ്തെടുത്ത് പോയത്. ദെൻ ഈ വെന്റ് ഫോർ DA മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ഈസ് വർക്കിംഗ് വിത്ത് മീ നൗ. പക്ഷേ അവന് ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ ഫോക്കസ്ഡ് അല്ലായിരുന്നു. പക്ഷേ അവൻ
was focused to become a medical oncologist. But he loved the subject and he liked it. Even now, he's enjoying, as I'm sure he's enjoying the profession. കാർ വാങ്ങിച്ച ആ മെമ്മറി ഒരിക്കലും മായില്ല. അത് ഭയങ്കര രസമായിട്ടുള്ള മെമ്മറിയാണ്. എന്താ വെച്ചാൽ ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന സ്ഥലം, മണർകാട് താമസിക്കുന്ന സമയമാണ്. അപ്പം ഡോക്ടർ ചിത്ര ഗൈനക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഞാനിങ്ങനെ പട്ടണത്തിൻ്റെ പല ഫേസിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു കാറ് വാങ്ങിച്ചാൽ കൊള്ളാം. അതൊരു സ്കൂട്ടറായിരുന്നു. ആ സ്കൂട്ടറിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ആ സ്കൂട്ടർ പഴയ സ്കൂട്ടറാണ്. അത് കോട്ടയം പരിധികളൊക്കെ അറിയാം. കോട്ടയത്തെ കളക്ട്രേറ്റിൻ്റെ അടുത്ത കയറ്റമുണ്ടല്ലോ, ആ കയറ്റത്തിൽ ഞാനും ഡോക്ടർ മധു ഉണ്ട്, ന്യൂറോളജി മധു അറിയാം, ഇപ്പോഴൊക്കെ അറിയാം. മധുവും ഞാനും കൂടെ വരും. മധുവിന് എൻ്റെ കൂടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മധു എന്നെ പഠിപ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ സ്കൂട്ടറിൽ വരും. പക്ഷേ അവിടെ വന്നാൽ ഒരാൾ താഴെ ഇറങ്ങേണ്ടി വരും. കാരണം രണ്ടുപേരെയും വെച്ചുകൊണ്ട് കയറാനുള്ള കപ്പാസിറ്റി സ്കൂട്ടറിനില്ല, അത്ര പഴയ സ്കൂട്ടറാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാറ് വാങ്ങിച്ചാൽ കൊള്ളാമെന്നാണ്. അങ്ങനെ കാറ് വാങ്ങിക്കാൻ ഇപ്പോൾ എൻ്റെ ബ്രദറിനെല്ലാം ഉണ്ട്, മറിയപ്പള്ളി താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്ത് ചിങ്ങവനത്ത് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ ഒരു കാറ് വാങ്ങിക്കാൻ പോകുന്നത്. അവിടെ ഒരു ഏജൻ്റ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് കാർസ് വെക്കണം. അന്ന് പുതിയ കാർ എന്നുള്ള സ്വപ്നത്തിൽ പോലും ഇല്ല, സെക്കൻഡ് ഹാൻഡ് കാർസ്. അവിടെ പോയി കണ്ടപ്പോൾ ഒരു അംബാസഡർ കാറ് കണ്ടു. അപ്പം ബ്രദറിനെ പറഞ്ഞ നല്ല വണ്ടിയാന്ന് തോന്നുന്നു, നമുക്കിത് വാങ്ങിക്കാമല്ലേ. ഞാൻ വാങ്ങിക്കാം. അഡ്വാൻസ് കൊടുത്ത് എത്ര രൂപയെന്ന് അറിയാം? 100 രൂപ അഡ്വാൻസ് കൊടുക്കുന്ന. ആ കാർ ബുക്ക് ചെയ്യുന്നത് 100 രൂപയ്ക്കാണ്. അഡ്വാൻസ് കൊടുത്ത് തിരിച്ചു വന്ന് ആ കാർ വാങ്ങിച്ചു. അതായത് കളറൊക്കെ മിനുക്കി. അപ്പോഴൊരു അന്ന് എൻ്റെ അച്ഛനൊക്കെ താമസിക്കുന്നത് തിരുപ്പൂരാണ്, അച്ഛനും അമ്മയും തിരുപ്പൂരാണ്. അപ്പോൾ ഓണത്തിനുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമുക്ക് നല്ല ഹുങ്കോടുകൂടെ പോകണം. പുതിയൊരു കാറ് വാങ്ങിച്ചു. ആ കാറിൽ കുടുംബസമേതം പോയി അച്ഛനെ കാറ് അല്ലെ അമ്മയെ കാറ് കാണിക്കാനുള്ള ഒരു ഹുങ്കോടുകൂടിയാണ് പോകുന്നത്. അപ്പോൾ ചേച്ചി എന്തായാലും ഇവിടുന്ന് പോകുമ്പം കുറേ ചക്കയും വാങ്ങിയൊക്കെ ആയിട്ട് പോയത്. എന്നാലും കാറിൽ പോകുന്നല്ലേ, ഓണമല്ലേ എന്ന് വെച്ചാൽ ഇതൊക്കെ ലോഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അത് കാറിനെക്കുറിച്ച് വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല. അങ്ങനെ കാറിൽ വന്ന് ഈ വഴി തന്നെ പോകുന്നത്, എറണാകുളം വഴിയാണ്. എറണാകുളം അങ്ങനെ തന്നെ പോകുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് ലോഡ് ചെയ്ത് വന്ന് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു ടയർ പൊട്ടി, പഞ്ചറായി. അപ്പോൾ നമ്മൾ മറ്റേ സ്റ്റെപ്പിനുള്ള ഇത് ഇട്ടു. സ്റ്റെപ്പിനെയും കൂടെ വെച്ച് വന്ന് കുറച്ച് ദൂരം വന്നപ്പോഴത്തേക്കും സ്റ്റെപ്പിനെയും പോയി. പക്ഷേ ഭാഗ്യത്തിന് അത് ഒരു ടൗണിൽ വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ആളെ കിട്ടി, സ്റ്റെപ്പിന് മാറ്റിയിടാൻ ആളെ കിട്ടി. മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു ടയർ തൽക്കാലം ഞാൻ ടയർ തരാം, ആ ടയർ ഇവിടെ ഇട്ടിട്ട് നമുക്കിത് മാറ്റാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ടയർ കൊണ്ട് ഫിറ്റ് ചെയ്ത് തന്നെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വെയിറ്റ് ഭയങ്കര കൂടുതലാണ് വണ്ടിക്കകത്ത്, അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല, വെയിറ്റ് കുറയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഇത്ര രാത്രിയും കൂടെ യാത്ര ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ചാക്ക അങ്ങേർക്ക് കൊടുത്തു. കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, സ്നേഹം കൊണ്ടൊന്നുമില്ല, കുറച്ച് ചാക്ക അദ്ദേഹത്തിന് പങ്കുവെച്ചു. അദ്ദേഹം തന്ന ആ അതേ പറഞ്ഞ ഈ ടയർ ഡോക്ടർ സാറ് വാങ്ങിച്ചു, വലിയ വില തരണം, വില വാങ്ങിച്ചു. എന്താ വെച്ചാൽ ഒരു ടയർ ഭയങ്കര മോശമാണ്, ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് മറ്റേ ടയർ ഒട്ടിച്ചു തന്നു. ഞങ്ങൾ അവിടെ നിന്ന് വിട്ട്, അത് എറണാകുളമാണ് കേട്ടോ, എറണാകുളം വിട്ട് വിടുന്ന ഒരു അങ്കമാലി വഴി എത്തിയില്ല, അതിനൊക്കെ മുമ്പ് വെച്ച് തന്നെ അദ്ദേഹം ഇട്ട ടയർ രണ്ടായിട്ട് പകുത്തു പോയി. അത് നമ്മളെ കളിപ്പിച്ച, അതായത് നേരെ നടുക്ക് ഒട്ടിച്ചത് അത് രണ്ടായിട്ട് പകുത്തു പോയി. അത് അങ്കമാലി എത്താറായപ്പോഴാണ്. അപ്പോൾ അങ്കമാലി ഇതുപോലത്തെ ഹോട്ടലൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ഒരു മുറി തൽക്കാലം രാത്രി കിടക്കാനും ഹോട്ടലായിരുന്നു പറഞ്ഞില്ല, തരില്ല. അപ്പോൾ സംശയം തോന്നി കാണും. എൻ്റെ ഞങ്ങളെ സ്ത്രീകളും ഞാനും അങ്ങനെ അത് ദശനോ കുട്ടികളുണ്ടായിരുന്നു, എന്നാൽ പോലും ദശനോ രാത്രി റൂം തരില്ല എന്നോ. അപ്പോൾ നമ്മൾ മറ്റേ ടയറിട്ട് യാത്ര തുടർന്നു. ഒരു ടയർ സ്റ്റെപ്പിന് അകത്ത് ഒട്ടിച്ചിട്ടുണ്ട്, അത് വിട്ട് നമ്മുടെ യാത്ര തുടർന്നു. ഇപ്പോൾ രാത്രി പോവാം നേജി പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വിട്ട് തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാടിന് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് മറ്റേ ടയർ ഒട്ടിക്കാൻ ഒരു ടയർ എൻ്റെ എക്സ്ട്രാ പിന്നെ ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്, അത് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ യാത്ര തുടർന്നു. പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൻ്റെ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ ടയറും പോയി. അപ്പം ഒരു ടയർ വണ്ടിക്കകത്തുണ്ടല്ലോ, ആ വണ്ടിക്കകത്ത് ടയർ വീണ്ടും നമ്മൾ എടുത്തിട്ട് സ്റ്റെപ്പിനൊന്നുമില്ല. എല്ലാ ദൈവത്തിനും പ്രവർത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി വഴിയിൽ വെച്ച് പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ പണി തീർന്നു. പക്ഷേ അതിനിടയ്ക്ക് നമ്മളൊരു പാടുന്നു, എല്ലാവരും പറഞ്ഞു ഇത് ഇങ്ങനെ ഇത്ര ചക്കയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഓരോ പ്രാവശ്യം ടയർ പൊട്ടുമ്പോഴും 2 ചക്ക വീതം പുറത്തേക്ക് എറിയുക, 2-3 ചക്ക വീതം പുറത്തേക്ക് എറിഞ്ഞ് ഏകദേശം പിന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഒരു രാവിലെ ഒരു 4-5 ജസ്റ്റ് വെളുത്തു വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പോത്തന്നൂർ കോയമ്പത്തൂർ ബോർഡറിൽ. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാൻ നേരെ കൊണ്ട് ഡ്രൈവറുണ്ട് കേട്ടോ. ഡ്രൈവർ വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ
വിട്ട ഡ്രൈവറുണ്ട്. ഡ്രൈവറിന് ഒരു യങ്സ്റ്റർ, വണ്ടി ഓടിക്കാൻ അറിയാം, അതിനപ്പുറം വലിയ ഗ്രാഹ്യമൊന്നുമില്ല വണ്ടിയെക്കുറിച്ച്, പക്ഷെ എന്നാലും ഏകദേശമൊക്കെ പൊക്കമുണ്ടോ. അപ്പോൾ അദ്ദേഹം നേരെ വണ്ടി കൊണ്ട് കയറ്റിയിട്ടു. എല്ലാവരും ഓർക്കുക, കാരണം ഇത് നമ്മൾ ഇവിടുന്ന് തുടങ്ങിയ സ്ഥലം ഒരു 5.5-6 മണിക്കൂർ 6.5 മണിക്കൂർ കൊണ്ട് തിരുപ്പൂർ എത്തേണ്ടതാണ്. ഇത് രാത്രി കഴിഞ്ഞു, രാവിലെ ആവാറായി. ഇത് അടിച്ചു കഴിഞ്ഞ് ഞാൻ പൈസ കൊടുക്കാൻ ബില്ല് നോക്കിയപ്പം പൈസ കൊടുത്തപ്പോൾ കുറേ പൈസ തിരിച്ചു നോക്കിയപ്പോഴത്തേക്കും ഡീസലാണ് അടിച്ചിരിക്കുന്നത്, പെട്രോളിന് പകരം. വഴക്ക് പറയാൻ തുടങ്ങി നോക്കിയപ്പോഴത്തേക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീസൽ ഓൺലിയാണ്. അന്ന് ഡീസൽ മാത്രമായിട്ടുള്ള പെട്രോൾ ബങ്ക്സ് ഉണ്ടായിരുന്നു. 2 കുറ്റിയും ഡീസൽ വിറ്റുള്ളൂ. ഞാൻ കയറ്റിയിട്ട് അതിനെ അയാൾ നോക്കിയില്ല. അന്നത്തെ കാറിൽ പിന്നെ നമുക്ക് ഐഡൻറ്റിറ്റി ഒന്നുമില്ല. ഡീസൽ ഭാഗ്യത്തിന് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ പണി തീർന്നേനെ. അപ്പോൾ അവിടെ നിർത്തി. ഇനി മാർഗമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പേരുണ്ടെന്ന് വേണം. അദ്ദേഹം ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി അടുത്ത പെട്രോൾ ബങ്ക് വരെ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ ക്യാനുണ്ട് വണ്ടിക്കകത്ത്, ക്യാനിൽ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോവാൻ ലൈൻ ബസ്സിലാണ് പോകുന്നത്. രാവിലത്തെ ലൈൻ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു അടുത്തൊരു ബങ്ക് ഉണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പോയി അദ്ദേഹം അത് വാങ്ങിച്ച് എവിടെ കടയിൽ പോയിട്ട് വലിയൊരു കണക്റ്റിംഗ് ട്യൂബും കൂടെ, റബ്ബർ ട്യൂബും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹം ഡയറക്റ്റായിട്ട് പെട്രോൾ അകത്ത് ക്യാനിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് എൻജിനിലേക്ക് കണക്ഷൻ കൊടുത്തു. അപ്പോൾ പെട്രോൾ വെച്ചുകൊണ്ട് ഞാൻ അകത്തിരുന്നു. ക്യാനല്ലേ അത് കണക്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി. ഞങ്ങൾ തിരുപ്പൂർ വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 10:30-11 മണിയായിരുന്നു. ചക്കയില്ല, ചക്കയൊക്കെ മിക്കവാറും ഡിസ്പോസ്ഡ് ഓൺ ദി വേ ആണ്, കാരണം ചക്കയുമായിട്ട് പോയില്ല. അപ്പോൾ അതൊരു ഭയങ്കര യാത്രയാണ്. എന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ വണ്ടി ഇട്ടിട്ട് തിരിച്ച് ട്രെയിനിലാണ് വരുന്നത്. കാരണം ആ വണ്ടി പിന്നെ ഇത് മുഴുവൻ എംപ്റ്റി ആക്കിയിട്ടല്ലേ പറ്റും. കംപ്ലീറ്റ് ടാങ്ക് ക്ലീൻ ചെയ്ത് വണ്ടി കൊണ്ട് തിരിച്ച് അവിടെ പോയി. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ കറക്റ്റ് വീട്ടിലെത്തി തലേ ദിവസം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അതൊരു ശരിക്കും പറയാൻ മറക്കാൻ സാധിക്കാത്തൊരു യാത്രയാണ്. ഇപ്പോഴും ആ വഴി കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ചിരി വരും. കാരണം രാത്രി ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് പോയ ചക്കയോടെ വല്ല മുളച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്.